അനുദിനം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഒരു വമ്പൻ ട്വിസ്റ്റിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ NCPയുടെ ശരത് പവാർ വിഭാഗത്തിൻ്റെ നേതാവും ശരത് പവാറിൻ്റെ വിശ്വസ്തനുമായ ജയന്ത് പാട്ടീൽ, അദ്ദേഹം MLA ആണ്. അദ്ദേഹം ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ജയന്ത് പാട്ടീൽ പറഞ്ഞത് തൻ്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നാണ്. പക്ഷേ അതിന് അല്പസമയം മുമ്പ് ശരത് പവാർ ഈ ഏക്നാഥ് ഷിൻഡെയും ഒപ്പം തന്നെ ഫട്നാവിസിനെയും അജിത് പവാറിനെയും തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചുകൊണ്ടൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പവാറിൻ്റെ വിശ്വസ്തൻ ജയന്ത് പാട്ടീൽ മുഖ്യമന്ത്രി ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി. അതോടുകൂടി തന്നെ വലിയൊരു അഭ്യൂഹം പരക്കുന്നുണ്ട്. ഈ അജിത് പവാറിൻ്റെ NCPയിലേക്ക് ഈ ശരത് പവാർ എത്തുകയും അത് NDAയുടെ ഭാഗമായി മാറുകയും ചെയ്യുമെന്നുള്ള വാർത്ത വളരെ കാലമായിട്ടുണ്ട്. അവിടെയാണ് ഈ ശരത് പവാറിൻ്റെ പ്രസ്താവനയും ഒപ്പം തന്നെ ജയന്ത് പാട്ടീലിൻ്റെ ഈ കൂടിക്കാഴ്ചയും ശ്രദ്ധേയമാകുന്നത്. ശരത് പവാർ പറയുന്നത് തൻ്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി താൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ അതിന് വലിയ അർത്ഥങ്ങളാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. കാരണം ഇപ്പോൾ നിലവിൽ ശരത് പവാറിന് പഴയ പവർ ഒന്നും തന്നെയില്ല. പാർട്ടി രണ്ടായിട്ട് പിളർന്നിരിക്കുന്നു. ചിഹ്നം പോലും ഇല്ലാത്തൊരവസ്ഥ. ഈ അവസരത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരുന്ന NDAയ്ക്കൊപ്പം നിൽക്കുക എന്നൊരു നയത്തിലേക്ക് ശരത് പവാർ നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.